ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളപ്പോൾ കണ്ടു കാണുമല്ലോ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാൻ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 6 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 6 കപ്പ് എന്ന് വെച്ചാൽ ഒരു 750 ഗ്രാം, അതായത് 3/4 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 6 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 6 സ്പൂൺ പഞ്ചസാര വേണമെന്നില്ല, 4 5 ആയാലും മതി. മധുരം ഇച്ചിരി മുന്നോട്ട് നിൽക്കണമെന്നുള്ളൊരു 6 സ്പൂണ് പഞ്ചസാര ചേർക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. 2 മുട്ട മുഴുവൻ ചേർക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 സ്പൂണ് അല്ലെങ്കിൽ 1 സ്പൂണ് ഉപ്പ് ചേർക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പാലില്ലാത്തിലൊന്ന് കുഴച്ചെടുക്കുക. പാല് മാത്രമല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പകുതിയായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുഴുവൻ പാലിനകത്തിലും കുഴച്ചെടുക്കാം. നമ്മൾ കുഴയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കുക. ഒരുപാട് ഹാർഡ് ആവരുത്. ഇച്ചിരി പൊടി വേണമെന്ന് നമുക്ക് തോന്നും, എന്നാൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കരുത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നല്ലവണ്ണം കുഴച്ച് കഴിയുമ്പം നമ്മുടെ ആ കയ്യിലൊട്ടിപ്പിടിക്കുന്ന അതങ്ങ് മാറി കിട്ടും. പിന്നെ കുഴച്ചതിന് ശേഷം ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒലീവ് ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ച് ഇത് 2 സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ച് കൊടുക്കുക. then നല്ല സോഫ്റ്റ് പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഇത് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 മണിക്കൂറിന് കഴിഞ്ഞ് നമ്മളൊരു കിച്ചൺ ടോപ്പിൻ്റെ മുകളിൽ വൃത്തിയുള്ളൊരു കിച്ചൺ ടോപ്പിൻ്റെ മുകളിൽ ഇതേ കൂട്ട് മാവ് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മയപ്പെടുത്തി കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് മയപ്പെടുത്തി കൊടുക്കണം, എന്നാലും നമ്മുടെ സോഫ്റ്റായിട്ട് നമുക്ക് പൊറോട്ട കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുറേ നേരം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിത് 2 രീതിയിലാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് ആദ്യത്തെ രീതി എന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് എടുക്കുന്ന കൂട്ട് തന്നെ അത്രയും വലിപ്പത്തിൽ ഒരു ഉരുള ഉരുട്ടി നമ്മളത് ചപ്പാത്തിക്ക് പരത്തുന്ന കൂട്ടൊന്ന് പരത്തിയെടുക്കുക. പൊടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയിലാകരുത്, ഒരുപാട് ലൈറ്റായിട്ടും നമ്മൾ പരത്തരുത്. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും വലുപ്പത്തിൽ ഇത് പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു സൈഡ് മാറ്റി നമ്മൾ കുറച്ച് മൈദ പൊടി വിതറിയിട്ട് നമുക്ക് ഈ പരത്തി വെച്ചത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അടുത്തത് ഇതേ കൂട്ട് തന്നെ പരത്തിയെടുക്കുക. അടുത്തത് ഇതേ കൂട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഓയിലൊഴിച്ച് നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ സൈഡിലും എണ്ണ എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ പൊടി വിതറി കൊടുക്കുക. നല്ലതായിട്ടൊന്ന് വിതറി കൊടുക്കുക. മൈദാപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത് പരത്തി വെച്ചിരിക്കുന്ന ആ ഷീറ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് മുകളിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയും മൈദാപ്പൊടിയും ഇടുന്നത് നമ്മുടെ ഈ രണ്ടാമത് വെക്കുന്ന ഇത് മറ്റേതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇതേ കൂട്ട് തന്നെ നമ്മൾ അടുക്കി വെച്ച് കൊടുക്കുക. നമ്മൾ പരത്തുന്ന ഓരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക. ഒരു ലെയറിൽ 10 എണ്ണം നമുക്ക് അടുക്കി വെക്കാം. അതേ രീതിയിൽ 10 എണ്ണം ഞാൻ അടുക്കി വെക്കുന്നുണ്ട്. 10 കൂടുതൽ നമ്മൾ അടുക്കി വെക്കരുത്. അപ്പോൾ 10 എണ്ണം ഇതേ കൂട്ട് അടുക്കി വെക്കുക.
ഞാൻ ഇതേ കൂട്ട് 10 എണ്ണം പരത്തി അടുക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ളതിനും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മണിക്കൂർ അത് അങ്ങനെ വെച്ചിരിക്കുക. ഇനി അടുത്ത രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളുടെ കിച്ചൺ ടോപ്പിൽ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേ കൂട്ടാൻ ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഉരുള ഉരുട്ടിയിട്ട് നമ്മൾ ആ എണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്ന അവിടത്തോട്ട് വെച്ച് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുക. നല്ല പോലെ പരത്തിയെടുക്കണം, നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ആ ഓയിൽ ഒഴിച്ചേക്കുന്നത് നമ്മൾ തിരിച്ചും മറിച്ച് കിട്ടുന്ന പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ 2 സൈഡിലും ഒന്ന് സ്പ്രെഡ് ആയിക്കൊള്ളും. അപ്പോൾ നല്ലതായിട്ട് ലൈറ്റായിട്ട് നമ്മുടെ ആ കിച്ചൺ ടോപ്പ് കാണുന്ന രീതിയിൽ നൈസായിട്ട് ഇത് പരത്തിയെടുക്കുക. ഇനി നമ്മളിത് പരത്തിയതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇത് ഇളകി വരുന്നതുകൊണ്ട് തോന്നും, പക്ഷേ അത് ഇളകിയൊന്നും വരത്തില്ല. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതേ കൂട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഇതേ കൂട്ട് അടുക്കി മാറ്റുക. ഒരുമിച്ചാക്കുക. നമ്മളെ ചപ്പാത്തി പിന്നെ പരത്തുമ്പോൾ ലെയറായിട്ട് വരാനാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അത് ഒരുമിച്ചാക്കിയിട്ട് ഇതേ കൂട്ട് പൊറോട്ടയ്ക്ക് എടുക്കുന്ന കൂട്ട് മടക്കി ഇങ്ങനെ മാറ്റി വെക്കുക. ഇങ്ങനെ ഓരോ ഉരുള നമുക്ക് പരത്തി എടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേ കൂട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചതിൽ ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് നമ്മുടെ കൈ നന്നായിട്ട് എണ്ണ തേച്ച് അതൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത്, ഒരുപാട് വലുപ്പമാക്കാതെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ഒരു വലുപ്പത്തിൽ ഇതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് മടക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയ്ക്കുള്ള മാവാണിത്. അതൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുക. അതിനായിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളിനി ഇതിനകത്തിലേക്ക് കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കണം. കാരണം നമ്മുടെ മാവിനകത്ത് തന്നെ ഓൾറെഡി നല്ലപോലെ എണ്ണയുണ്ട്. അപ്പോൾ അതൊന്ന് 2 സൈഡും തിരിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക. ഞാൻ ആ പരത്തി വെച്ചിരിക്കുന്നതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതേ കൂട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2-3 എണ്ണം വെച്ച് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിരിക്കുന്ന ഒന്നും നമ്മുടെ ലെയർ ആകത്തില്ല. അതുകൊണ്ട് 2-3 എണ്ണം മാത്രം വെച്ചിട്ട് കൂടിപ്പോയ 5 എണ്ണം വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നന്നായിട്ട് ഇതേ കൂട്ട് സൈഡ് അടിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മുടെ ലെയർ വിട്ട് വരത്തുള്ളൂ. ഞാൻ എടുത്തതാണ്ട് ഇതേ കൂട്ട് നന്നായിട്ട് ലെയർ വിട്ട് വന്നിട്ടുണ്ട്. പൊറോട്ടയുടെ കൂട്ട് തന്നെ ലെയർ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവ് എടുക്കാനാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ സമയമായി കഴിഞ്ഞു. അത് ഞാൻ ഇതേ കൂട്ട് ആദ്യത്തെ ഒരെണ്ണം ഇതേ കൂട്ട് വലിച്ചെടുക്കുക. അത് നമ്മൾ ഒട്ടത്തില്ല, കാരണം നമ്മൾ ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് 2 എണ്ണം തമ്മിൽ ഒട്ടത്തില്ല. അപ്പം ആദ്യത്തെ ഒരെണ്ണം ഞാൻ ഇതേ കൂട്ട് നല്ല നൈസായിട്ടാണ് ഇത് റെഡിയായിട്ട് വരും. അപ്പോൾ ഇതേ കൂട്ട് വലിച്ച് എടുക്കുക.
ഇനി ഇത് പഴയ പോലെ തന്നെ മടക്കി പൊറോട്ടയ്ക്ക് എടുക്കുന്ന കൂട്ട് തന്നെ മടക്കി എടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇത് നൈസായിട്ട് വരുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് നൈസായിട്ടാണ് ഇത് വരുന്നത്. എനിക്കൊന്നുകൂടെ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കാനാണ്. മറ്റേതാണ് എളുപ്പമെങ്കിലും ഇതാണ് ഉണ്ടാക്കാൻ എനിക്ക് ഇച്ചിരി ഇഷ്ടം. ഇതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നല്ല നൈസായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതേ കൂട്ട് തന്നെ നമ്മൾ മടക്കി അതെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ പൊറോട്ടയ്ക്ക് പരത്തുന്ന കൂട്ട് ഇത് കൈ കൊണ്ടൊന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കുക. നേരത്തെ നമ്മൾ കാണിച്ചത് കൂട്ട് തന്നെയാണ് ബാക്കിയുള്ളത്. നല്ലപോലെ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അടിച്ചു കൊടുക്കുക. റെയർ വിട്ട് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് പ്രസ് ചെയ്തടിക്കണം. അപ്പോൾ നമ്മുടെ പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി സമയം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല രുചികരമായിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.